ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം ചമകത്തിൻ്റെ 8ാമത്തെ അനുഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. ഇന്ന് ചമകം 9ാം അനുഭാഗത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ആദ്യം അതൊന്ന് ചൊല്ലാം. ഓം അഗ്നിച്ഛമേ കർമ്മച്ഛമേ അർക്കച്ഛമേ സൂര്യശ്ചമേ പ്രാണച്ഛമേ ശ്വമേധശ്ചമേ പൃഥ്വീച്ഛമേ ദിദിച്ഛമേ ദിദിച്ഛമേ ദ്യൗശ്ചമേ ശക്വരീരങ്കുലയോ ദിശച്ഛമേ യജ്ഞേന കൽപ്പന്താം ഋച്ഛമേ സാമചമേ സ്തോമശ്ചമേ യജുച്ഛമേ ദീക്ഷാചമേ തപശ്ച മാർദുശ്ചമേ മൃദഞ്ജമേ ഹോരാത്രയോർവൃഷ്ട്യാ ബൃഹദ്രതന്തരേ ചമേ യജ്ഞേന കൽപ്പേതാം. അഗ്നിച്ഛമേ നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് സ്പിരിച്വലായിട്ടും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞാൽ ഇതിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, യാഗാദി കർമ്മങ്ങൾ, പൂജാതി കർമ്മങ്ങൾ, സോമയാഗം പോലെയുള്ള യാഗങ്ങൾ ചെയ്യുന്നതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ ആവശ്യമായ വസ്തുക്കളെ ലഭ്യത അഥവാ അവകൾ ലഭിക്കുന്നതിനായിട്ട്, ലഭ്യമാക്കി തരുന്നതിനായിട്ട് ദിയന്താം അവകൾ ലഭ്യമാക്കുന്നതിനായിട്ട് ദിയന്താം തരാനായിട്ട് ഈശോനെ പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ 9ാമത്തതിൽ ലോകത്തിൽ അഗ്നിശ്ചമേ, യാഗത്തിന് അഥവാ ഹോമത്തിന് അഗ്നി ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ആവശ്യപ്പെടുന്നത്, ഭക്തൻ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് അഗ്നി ദീയതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിഹി ച മേ, അഗ്നിയും അഗ്നിഹി ച അഗ്നിയും ച എന്നർത്ഥം, ഇതും കൂടി നടത്തണം. അഗ്നിശ്ചമേ മേ മമ എനിക്കായിക്കൊണ്ട്, അതായത് യാഗാഗ്നി ജ്വലിപ്പിക്കുന്നതിനായിട്ട് സാധ്യമാക്കി തന്നാലും അഗ്നിഷ്ടമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ദീയത എന്നുള്ളത് എല്ലാത്തിനോടും ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ കൽപ്പതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പതാം, കൽപ്പേതാം, കൽപ്പന്താം. അപ്പോൾ കൽപ്പതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്ന് പറയുമ്പോൾ അതിന് യോജിച്ച തരത്തിലുള്ള ഒരു മീനിങ് ഇതിവിടെ കൊടുക്കും. കൽപ്പതാം എന്നുള്ളത് ലഭ്യമാക്കി തരിക അല്ലെങ്കിൽ ഉണ്ടാക്കി തരിക എന്നീ അർത്ഥങ്ങളൊക്കെ വരും. അപ്പോൾ അഗ്നിശ്ചമേ, അപ്പോൾ യാഗാഗ്നി ജ്വലിപ്പിക്കുന്നതിനായിട്ട് സാധിക്കട്ടെ. ആ കഴിവ് ദീയതാം, കൽപ്പതാം എന്നർത്ഥം. അഗ്നിശ്ചമേ ഘർമ്മശ്ചമേ, ഘർമ്മഹ എന്ന് പറഞ്ഞെങ്കിൽ ഹോമം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ചടങ്ങ്, അത് ചെയ്യാൻ കഴിയട്ടെ ദീയതാം. ഘർമ്മശ്ചമേ, പിന്നെ ഘർമ്മശ്ചമേർഘശ്ചമേ, ഘർമ്മശ്ചമേ ഘർമ്മഹ ച മേ മമ ഘർമ്മശ്ചമേ ആർക്കശ്ചമേ. ഒന്നിച്ച് പറയുമ്പോൾ ആ പറയാറുള്ള ചേർത്ത് പറയുന്ന അവസരം എലിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഘർമ്മശ്ചമേർഘശ്ചമേ, അപ്പോൾ ഘർമ്മശ്ചമേ ആർക്കശ്ചമേ, അർക്കശ്ചമേ അർക്കം അർക്കഹ, സൂര്യശ്ചമേ സൂര്യഹ. അപ്പോൾ ഘർമ്മഹ എന്ന് പറഞ്ഞാൽ യാഗം തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു ചടങ്ങ്, അത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ അർക്കഹ സൂര്യഹ തുടങ്ങിയ ഹോമങ്ങളും ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിനുള്ള അവസരം ധീയതാം കൽപ്പതാം, അവസരത്തെ ഉണ്ടാക്കി തന്നാലും. പിന്നെ പ്രാണശ്ചമേ, പ്രാണന് പ്രാണായ സ്വാഹ, അപ്പം പ്രാണനായിക്കൊണ്ടും ഹോമം ചെയ്യുന്നതിനായിട്ട് പ്രാണായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഹവിസ് അർപ്പിക്കുന്നത് പ്രാണായ സ്വാഹ. അപ്പോൾ പ്രാണശ്ചമേശ്വമേധശ്ചമേ പ്രാണശ്ചമേ പ്രാണഹ ച മേ. പിന്നെ
അശ്വമേധശമേ, അശ്വമേധ ച മേ മമ, എനിക്ക് അശ്വമേധം ചെയ്യാനായിട്ടും അവസരം ദീയതാം കൽപ്പതാം, അശ്വമേധയാഗം ചെയ്യുന്നതിനായിട്ടും സാധിക്കട്ടെ, അതിന് അവസര ദീയതാം, അതിനുള്ള അവസരം തന്നാലും ലഭ്യമാക്കപ്പെടട്ടെ, കൽപ്പതാം എന്നർത്ഥം. പൃഥിവീചമേ, പൃഥിവി, അതുപോലെ തന്നെ പൃഥിവീചമേ ദിദിച്ചമേ, പൃഥിവീചമേ അതിഥിച്ചമേ, പൃഥിവീചമേ ദിദിച്ചമേ, പൃഥിവീചമേ പൃഥിവി ച മേ, പിന്നെ അതിഥിച്ചമേ ദിദിഷ്ടമേ, പിന്നെ ദിദിഷ്ടമേ. അപ്പോൾ പൃഥിവി, അതിഥി, ദിതി, ദ്യൗഷ്ടമേ, ദ്യൗ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ അധിഷ്ഠാന ദേവത. ഈ ദേവതകളാകും തന്നെ പൃഥിവിയും, ഇതിൻ്റെ ഭൂദേവി, പൃഥിവിയും അതിഥിയും ദിതിയും ദ്യൗ സ്വർഗത്തിന് അധിപതിയായിട്ടുള്ള ഈശ്വരനും ദേവതയും എന്തു ചെയ്യട്ടെ, എനിക്ക് അനുഗ്രഹം തരട്ടെ, അല്ലെങ്കിൽ അവരെല്ലാം തന്നെ എനിക്ക് അനുകൂലമായി തീരട്ടെ എന്നർത്ഥം. അഥവാ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹം ദീയതാം, അനുഗ്രഹം കൽപ്പതാം. ഈ ദേവതകൾ തന്നെ എനിക്കായിക്കൊണ്ട്, ഞാൻ ചെയ്യുന്ന ഈ ഹോമത്തിനായിക്കൊണ്ട് അത് ശരിയായ രീതിയിൽ ചെയ്യുന്നതിനായിട്ട് ഈ ദേവതകളെല്ലാം തന്നെ എന്നെ അനുഗ്രഹിക്കട്ടെ എന്നർത്ഥം. പൃഥിവീചമേ ദിദിച്ചമേ ദിദിച്ചമേ ദ്യൗശമേ ശക്വരീരങ്കുലയോ ദിശഷ്ടമേ, ശക്വരീരങ്കുലയോ, ശക്വരഃ അങ്കുലയഃ. ശക്വരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകാശത്തിൽ അഥവാ ചുറ്റി നിൽക്കുന്ന ഒരു നിർമ്മിതി എന്നർത്ഥമാണ്. ചുറ്റി നിൽക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ നിർമ്മിതി, അതിനാണ് ശക്വരഃ എന്ന് പറയുന്നത്. അപ്പോൾ ശക്വരീരങ്കുലയോ അങ്കുലയഃ, അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലുകൾ. ദിശഷ്ടമേ ശക്വരീരങ്കുലയോ ദിശഷ്ടമേ, ദിശ ദിശകളും, ശക്വരഃ അങ്കുലയഃ ദിശഃ ച മേ. അപ്പോൾ ശക്വരീരങ്കുലയോ എന്ന് പറഞ്ഞാൽ ആകാശത്തെ, അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്നെ എങ്ങനെ ചുറ്റി നിൽക്കുന്ന രീതിയിൽ അങ്കുലികൾ, അങ്കുലയഃ അങ്കുലികൾ വിരലുകൾ, ഈശ്വരസ്യ പരമേശ്വരസ്യ അങ്കുലയഃ, പരമേശ്വരൻ്റെ അങ്കുലങ്ങൾ, അങ്കുലികൾ അഥവാ വിരലുകൾ പോലെ ദിശശ്രമേ എല്ലാ ദിശകളിലും ആകാശത്തിൽ പരമേശ്വരൻ്റെ വിരാട് രൂപത്തിൻ്റെ വിരലുകൾ നിറഞ്ഞു നിൽക്കട്ടെ. ആകാശത്തിന് ചുറ്റിലും, അല്ലെങ്കിൽ ആകാശത്തിൽ ശക്വരഃ ചുറ്റി നിൽക്കട്ടെ. ആകാശത്തിൽ അങ്കുലികൾ ഈശ്വരൻ്റെ വിരാട് രൂപത്തിൻ്റെ വിരലുകളാൽ നിറഞ്ഞു നിൽക്കട്ടെ. അപ്രകാരം ഈ പരമേശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കർത്താവായിട്ടുള്ള, സകലതിനും അധിപതിയായിട്ടുള്ള ശ്രീ പരമേശ്വരൻ്റെ വിരാട് രൂപത്തിൻ്റെ വിരലുകളാൽ ശക്വരഃ ശക്വരീരങ്കുലയോ ശക്വരഃ ചുറ്റിലും ദിശശ്ചമേ സകല ദിശകളിലും നിറഞ്ഞു നിൽക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. ആ വിരലുകളാൽ, കൈകളാൽ എന്നെ അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ, ശ്രീ പരമേശ്വരൻ എന്നർത്ഥം. ശക്വരീരങ്കുലയോ ദിശശ്ചമേ യജ്ഞേന കൽപ്പന്താം, ഞാനീ ചെയ്യുന്ന യജ്ഞത്താൽ കൽപ്പന്താം ദീയതാം, ഇവകളെല്ലാം തന്നെ എനിക്ക് ലഭ്യമാക്കി തരട്ടെ. അതായത് അഗ്നി ജ്വലിപ്പിക്കുന്നു, അഗ്നിശ്ചമേ കർമ്മച്ചമേ,
കർമ്മ എന്ന് പറയുന്ന ഹോമത്തിന് മുമ്പുള്ള ചടങ്ങ് ചെയ്യുന്നതിനായിട്ടും അതുപോലെ അർക്കച്ചമേ സൂര്യശമേ പ്രാണശമേ അർക്ക സൂര്യ പ്രാണ എന്നിവകൾക്കും എന്നീ ഹോമങ്ങളും ചെയ്യുന്നതിനായിട്ടും അതുപോലെ തന്നെ അശ്വമേധം ചെയ്യുന്നതിനായിട്ട് അശ്വമേധശമേ പൃഥ്വീജമേ, പിന്നെ പൃഥ്വീജമേ അതിഥിച്ചമേ ദിതിച്ചമേ ദ്യൗശമേ, പിന്നെ പൃഥ്വിയും അതിഥിയും ദിതിയും ദ്യൗവും സ്വർഗത്തിന് അധിപതിയായിട്ടുള്ള ദേവതകളും ഈ ദേവതകളെല്ലാം തന്നെ എന്തു ചെയ്യട്ടെ, എനിക്ക് അനുകൂലമായി തീരട്ടെ, ഈ യജ്ഞത്താൽ എനിക്ക് അനുകൂലമായി തീരട്ടെ. പിന്നെയോ ശക്കുരീരങ്കുലയോ ദിശച്ചമേ, സകല ദിശകളിലും ശക്കുരഹ ഈശ്വരസ്യ അങ്കുലയ ശക്വരീരങ്കുലയ, ഈ സകല ദിശകളും ദിശശമേ സകല ദിശകളിലും അനുഗ്രഹരൂപത്തിൽ ഈ വിരാട് പുരുഷൻ്റെ വിരലുകൾ നിറഞ്ഞു നിൽക്കട്ടെ, സകല ദിശകളിലും ഈ പ്രപഞ്ചം മുഴുവനും അർത്ഥം. പിന്നെയോ യജ്ഞേന കൽപ്പന്താം, ഇവകളെല്ലാം തന്നെ ഞാൻ ചെയ്യുന്ന യജ്ഞത്താൽ ഹോമത്താൽ എനിക്ക് ലഭ്യമായി തരട്ടെ, ഈശ്വരൻ ലഭ്യമാക്കി തരട്ടെ എന്നർത്ഥം. യജ്ഞേന കൽപ്പന്താം. ഇനിയോ ഋച്ചമേ ഋഗ്വേദ മന്ത്രങ്ങൾ, സാമജമേ സാമവേദ മന്ത്രങ്ങൾ, സ്തോമശ്ചമേ സാമമന്ത്രങ്ങൾ, സ്തോമശ്ചമേ സാമമന്ത്രങ്ങൾ തന്നെ ആവർത്തിച്ച് ചൊല്ലുന്ന സാമമന്ത്രങ്ങൾ, യജുക്ഷമേ യജുർവേദ മന്ത്രങ്ങൾ, ഇവകളെല്ലാം തന്നെ വേണ്ട വിധത്തിൽ എനിക്ക് ഹോമസമയത്ത് യാഗസമയത്ത് ഉച്ചരിക്കാനായിട്ട് സാധിക്കട്ടെ, അതിനുള്ള അവസരത്തെയും ദീയതാം കൽപ്പതാം ഈശ്വരൻ തരട്ടെ, ദീയതാം. ഋച്ചമേ സാമജമേ സ്തോമശ്ചമേ യജുഷമേ, ഋച്ചമേ ഋച്ഛമേ ഋച്ഛമേ സാമജമേ സാമജമേ സാമചമേ സാമജമേ സാമമന്ത്രങ്ങളും, സ്തോമശ്ചമേ ആവർത്തി ചൊല്ലുന്ന സാമവേദ മന്ത്രങ്ങളും, യജുഷമേ യജുർവേദ മന്ത്രങ്ങളും വേണ്ട വിധത്തിൽ ഉച്ചരിക്കാനായിട്ട് എനിക്ക് സാധിക്കട്ടെ, അതിനുള്ള കഴിവിനെ ദീയതാം കൽപ്പതാം പരമേശ്വരൻ തരട്ടെ എന്നർത്ഥം. അഥവാ എനിക്ക് ലഭ്യമാക്കി തരട്ടെ. ദീക്ഷാജമേ, ദീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാഗം ചെയ്യുന്നതിന് യജമാനന് കൊടുക്കുന്ന യജമാനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കർമ്മമാണത് ദീക്ഷ സ്വീകരിക്കാവുന്നത്. യജമാനൻ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇത് ഈ ഹോമാദി കർമ്മങ്ങൾ അതോടെ യാഗാദി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദീക്ഷാജമേ തപശ്ചമൃദുശമേ, പിന്നെ തപസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപക്ഷയത്തിനുള്ള വ്രതമാണ്, കഠിന വ്രതമാണ് തപസ്സെന്ന് പറയുന്നത്. അത് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കട്ടെ. തപശ്ചമേ ഋതുശമേ, പിന്നെയോ യജ്ഞത്തിന് അനുകൂലമായിട്ടുള്ള ഋതുക്കൾ യജ്ഞത്തിന് അനുകൂലമായിട്ടുള്ള കാലവും എനിക്ക് ലഭ്യമാക്കി തരട്ടെ. ഋതുശമേ വ്രതഞ്ചമേ വ്രതം ച മേ മമ, എനിക്ക് വ്രതം ചെയ്യുന്നതിനായിട്ടും വ്രതമനുഷ്ഠിക്കുന്നതിനായിട്ടും ഉള്ള അവസരം അതിനും ഈശ്വരൻ എനിക്ക് ലഭ്യമാക്കി തരട്ടെ. വ്രതം ചെയ്യുന്നതിനുള്ള അവസരവും തപസ് ചെയ്യുന്നതിനുള്ള അവസരവും കഠിനവ്രതം അനുഷ്ഠിക്കുന്നുള്ള അവസരവും ലഭ്യമാകപ്പെട്ടെ, ദീയതാം കൽപ്പതാം. തപശ്ചമൃദുശ്ചമേ വ്രതഞ്ചമേ അഹോരാത്രയോർവൃഷ്ട്യ, വ്രതഞ്ചമേ ഹോരാത്രയോ, നോക്കണം അത്, വ്രതഞ്ചമേ ഹോരാത്രയോർവൃഷ്ട്യാ ബൃഹദ്രതന്തരേ ചമേ യജ്ഞേന കൽപ്പേതാം. വ്രതഞ്ചമേ ഹോരാത്രയോർവൃഷ്ട്യാ, അവിടെ അഹോരാത്രയോർവൃഷ്ട്യ എന്നാണ്. അഹോരാത്രി പിന്നെ വൃഷ്ടി. അഹോരാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകലും രാവും. അഹഹ എന്ന് പറഞ്ഞാൽ പകൽ, രാത്രിയോഹോ രാത്രിയും, പകലും രാത്രിയും. അഹോരാത്രം
വൃഷ്ട്യ വൃഷ്ടിയുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ നല്ല ജലമുണ്ടാകട്ടെ എന്ന് വെച്ചാൽ നല്ല മഴ ലഭിക്കട്ടെ. അപ്രകാരം സസ്യലതാദികൾ പ്രവൃദ്ധയതു, സസ്യലതാദികൾ അതുപോലെ കൃഷി ഇവയൊക്കെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. അതിന് അഹോരാത്രം വൃഷ്ടി ആവശ്യമാണ്. അഹോരാത്ര വൃഷ്ടി, രാത്രിയും പകലും നിരന്തരമുള്ള മഴ ലഭ്യമാകട്ടെ. അപ്രകാരം അത് ഇതിനു വേണ്ടിയിട്ടാണ് സസ്യലതാദികൾ ഉണ്ടാവട്ടെ, കൃഷി നന്നായി അഭിവൃദ്ധിപ്പെട്ടെ. ഇത് സസ്യലതാദികളും കൃഷി തുടങ്ങിയ വസ്തുക്കൾ ധാരാളം ഉണ്ടായാൽ മാത്രമേ പട്ടിണി മാറ്റാൻ അഥവാ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ സമൃദ്ധി ഉണ്ടാകണം, കൃഷി വേണം, സസ്യലതാദികൾ വേണം. അപ്പോൾ അഹോരാത്രിയോർ വൃഷ്ടിയ, അഹോരാത്രം വൃഷ്ടി ഉണ്ടായിക്കൊണ്ട് സസ്യലതാദികൾ സമൃദ്ധമായി വളരട്ടെ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അഹോരാത്രയോർ വൃഷ്ട്യ ബൃഹദ്രതന്തരേ ചമേ. ബൃഹദ്രതന്തരേ, ബൃഹത് രഥന്തരെ എന്നീ മന്ത്രങ്ങളും ചൊല്ലാനായിട്ട് സാധിക്കട്ടെ എന്നർത്ഥം. ബൃഹത്ത് അതുപോലെ രഥന്തര എന്നീ സ്തോത്രങ്ങൾ ഇവകളും ഈ മന്ത്രങ്ങളും എനിക്ക് ചൊല്ലാനായിട്ട് അവസരം തീയതാം, അതിനെ കഴിവിനെ തന്നാലും എന്നർത്ഥം. ഏതു പ്രകാരം, എങ്ങനെ? യജ്ഞേന കൽപ്പേതാം, ബൃഹത് രഥന്തരേചമേ യജ്ഞേന കൽപ്പേതാം. കൽപ്പതാം, രണ്ട് സബ്ജക്റ്റ് വരുമ്പോൾ കൽപ്പേതാം, ബഹുവചനം വരുമ്പോൾ കൽപ്പന്താം. അപ്പോൾ യജ്ഞേന കൽപ്പത, ഈ ഞാൻ ചെയ്യുന്ന യജ്ഞത്താൽ ഇവകളൊക്കെ തന്നെ, അഥവാ ബൃഹത് രഥന്തരേചമേ, ബൃഹതും രഥന്തര എന്നീ മന്ത്രങ്ങളും എനിക്ക് ഉച്ചരിക്കാനായിട്ട് സ്പഷ്ടമായിട്ട് ചൊല്ലാനായിട്ട് അവസരം ലഭിക്കട്ടെ. അഥവാ കഴിവിനെ തന്നാലും തരപ്പെട്ടാലും ഈശ്വരൻ തരട്ടെ എന്നർത്ഥം. മന്ത്രം ഒന്നുകൂടെ ചൊല്ലാം. അഗ്നിശ്ച മേ കർമ്മശ്ച മേ അർക്കശ്ച മേ സൂര്യശ്ച മേ പ്രാണശ്ച മേ ശ്വമേധശ്ച മേ പൃഥ്വീ ച മേ ദിദിശ്ച മേ ദിദിശ്ച മേ ദ്യൗശ്ച മേ ശക്വരൈരങ്കുലയോ ദിശശ്ച മേ യജ്ഞേന കൽപ്പന്താം. ഋക്ച മേ സാമച മേ സ്തോമശ്ച മേ യജുശ്ച മേ ദീക്ഷാ ച മേ തപശ്ച മർദുശ്ച മേ വ്രതഞ്ച മേ ഹോരാത്രയോർ വൃഷ്ട്യാ ബൃഹദ്രതന്തരേ ച മേ യജ്ഞേന കൽപ്പേതാം. ഓം നമോ ഭഗവതേ രുദ്രായ. 9ാമത്തെ അനുവാദത്തിന് വ്യാഖ്യാനം കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ 10ാമത്തെ ചമകം 10ാമത്തെ അനുവാദത്തിൻ്റെ വ്യാഖ്യാനവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ഓം നമോ ഭഗവതേ രുദ്രായ.